മണിക്കൂറുകൾ നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ ജാർഖണ്ഡിൽ പുതിയ മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സർക്കാരുണ്ടാക്കാനുള്ള ഗവർണറുടെ ക്ഷണം. 10 ദിവസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കണം. ഓപ്പറേഷൻ താമര ഭീഷണിയെ തുടർന്ന് ഭരണകക്ഷി എംഎൽഎമാരെ ഹൈദരാബാദിലേക്ക് മാറ്റാൻ നീക്കം തുടങ്ങി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ജാർഖണ്ഡിലെത്തും. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ ഗവർണറുടെ മെല്ലെപ്പോക്ക് ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ പ്രതിസന്ധി മാറി എന്ന് കരുതാൻ കഴിയുമോ? വേണു, നിലവിലുള്ള സാഹചര്യത്തിൽ ഗവർണർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശമുണ്ട്. ഗവർണർ ഔദ്യോഗികമായിട്ട് നിയമോപദേശം തേടിയിരുന്നു. ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് പുതിയ സർക്കാർ രൂപീകരിക്കാനായിട്ട് JMMന്റെ നിയമസഭാ കക്ഷി നേതാവിനെ ക്ഷണിക്കേണ്ടി വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് ഈ JMMനോട് ചൂണ്ടിക്കാട്ടിയ മാതൃകയിൽ തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഭൂരിപക്ഷമുണ്ടോ എന്ന സംശയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അത് വേണു പറഞ്ഞതുപോലെ തന്നെ ചില സന്ദേഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പരമാവധി ഏതാണ്ട് 3 തവണ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള അനുവാദം 10 ദിവസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്ന ഒരു ഉപാധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വേണു, ഒരു സുപ്രധാന കാര്യം കൂടി ഇതിനിടയിൽ പറയുന്നത്, ഹേമന്ത് സോറന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കില്ല എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹേമന്ത് സോറന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി. അദ്ദേഹത്തോട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് ഹേമന്ത് സോറന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ ഇന്ന് സമീപിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബലമായി രാജി വെപ്പിക്കുന്ന വിധത്തിലായിരുന്നു EDയുടെ നടപടി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കപിൽ സിബൽ കോടതിയുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കോടതി ആ വിധത്തിൽ അദ്ദേഹത്തോട് അനുകൂല സമീപനം സ്വീകരിച്ചില്ല. മറിച്ച് പല ഘട്ടങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വന്നപ്പോഴൊക്കെയും അന്വേഷണത്തോട് സഹകരിക്കാൻ തങ്ങൾ പറഞ്ഞിരുന്നതാണ് എന്ന് കപിൽ സിബലിന് കോടതി മറുപടി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. ഹൈക്കോടതി ഹേമന്ത് സോറൻ ഇന്ന് തന്നെ സമീപിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അറിയിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലുള്ള സാഹചര്യം അത് സത്യപ്രതിജ്ഞ നടക്കും. പക്ഷേ ഇതിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ കോൺഗ്രസ് MLA-മാരുടെ കാര്യത്തിൽ ഉൾപ്പെടെയാണ് നിലനിൽക്കുന്നത്. അത് എത്രത്തോളം വ്യക്തമാക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഈ സഖ്യത്തിന് ഒരു ഉറപ്പില്ല. ഉള്ള MLA-മാരെ അവിടെ നിന്ന് മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ഉള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്ന് ഹൈദരാബാദിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. കോൺഗ്രസ് MLA-മാരുടെ കാര്യത്തിലുള്ള അഭ്യൂഹം അത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എല്ലാ കോൺഗ്രസ് MLA-മാരും അവിടെ JMM പിന്തുണയ്ക്കും എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഒരു പ്രശ്നവും അവിടെയില്ല, കോൺഗ്രസ് പൂർണ്ണമായിട്ടും JMMനെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ്. ശരി, ജാർഖണ്ഡിൽ ചമ്പൈ സോറൻ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.